ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾ ഇങ്ങനെ കാറ് ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ഓടിക്കാനായിട്ടുള്ള പേടി പൂർണ്ണമായിട്ട് മാറും, ധൈര്യം കൂടും. അതുപോലെ തന്നെ കാർ ഓടിക്കുമ്പോഴുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട്. നിങ്ങൾ വാഹനം പഠിക്കുന്ന പല തുടക്കക്കാരും ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഈ വ്യത്യാസങ്ങളെക്കുറിച്ച് പലർക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. അതായത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനും അതുപോലെ തന്നെ ദീർഘകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറും വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം രണ്ട് പേര് ഡ്രൈവ് ചെയ്യുന്നതിലുണ്ട്. പലപ്പോഴും തുടക്കക്കാർക്ക് നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് ഡ്രൈവിംഗ് രീതി മാറ്റാൻ കഴിയാതെ വരുമ്പോഴാണ് പലപ്പോഴും കാറ് നന്നായിട്ട് തുടക്കക്കാർക്ക് ഓടിക്കാൻ കഴിയാതെ വരുന്നത്. അങ്ങനെയാണ് പല ആൾക്കാരും ഡ്രൈവിംഗ് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതായത് ആ പഠനം തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ തുടക്കക്കാരനും അതുപോലെ തന്നെ ദീർഘകാലങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറും വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി ഞാൻ ഈ പറയുന്ന മെത്തേഡിലേക്ക് ചെറിയ ചേഞ്ചുകൾ വരുത്തുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഒരു വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവറും ഒരു തുടക്കക്കാരനും വണ്ടി ഓടിക്കുന്നതിലെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി ഒരു തുടക്കക്കാരൻ്റെ സ്റ്റേജിൽ നിന്ന് വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന മെത്തേഡിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. പലരും ആ തുടക്ക സ്റ്റേജിൽ അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് പലർക്ക് ഡ്രൈവിങ്ങിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് കഴിയാത്തത്. അപ്പം എങ്ങനെ മാറ്റണമെന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഒപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഓടിച്ച് പ്രാക്ടീസ് എടുക്കരുത്. ഒരു ഡ്രൈവിംഗ് സ്കൂൾ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ നിർബന്ധമായിട്ട് നിയമങ്ങൾ പാലിച്ച് മാത്രം ചെയ്യുക. ഒറ്റയ്ക്ക് ഓടിക്കരുത്, അപകടം ഉണ്ടാകും. ഓക്കെ, ഇനി ഒരു വാഹനം ദീർഘകാലങ്ങളായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവർ വണ്ടി എടുക്കുന്നത് മുതൽ പെട്ടെന്നാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ഒരുപാട് ലാഗൊന്നുമില്ല. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോൽ ജസ്റ്റ് ഓൺ ചെയ്യുന്നു. 2-3 സെക്കൻഡ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിരുന്നു. ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി റിലീസ് ചെയ്തു. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. അറ്റ് സെയിം ടൈമിൽ തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് റൈറ്റ് മിറർ നോക്കി പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ ചെറിയൊരു കയറ്റം കയറി വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു കയറ്റം കൂടിയ ജംഗ്ഷൻ. അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. റൈറ്റ് സൈഡ് നോക്കുന്നു, ലെഫ്റ്റ് സൈഡ് നോക്കുന്നു, ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ജംഗ്ഷൻ കയറുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയ സമയത്ത് ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നു. തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും ലൈറ്റായിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത്, ഒത്തിരി വേഗതയിലൊന്നുമല്ല, ഒരു 30 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ 4ാമത്തെ ഗിയറിൽ നമ്മുടെ വാഹനം സുഖകരമായിട്ട് ഇതുകൊണ്ടോ ഇങ്ങനെ വരികയാണ്. ഇപ്പം ഞാൻ എത്ര വേഗത്തിലാണ് 4ാമത്തെ ഗിയറിലേക്ക് ഇട്ടത്. ഇപ്പം നിങ്ങൾ നോക്കുക, ചെറിയൊരു കയറ്റവും വളവൊക്കെ ഇതുകൊണ്ട് 4th ഗിയറിൽ ഇങ്ങനെ കയറി വരുന്നു, 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ കയറി വരുന്നു. വീണ്ടും റോഡ് അത്യാവശ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് വീണ്ടും 5th ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ 5ാമത്തെ ഗിയറിൽ ഓൾറെഡി എൻ്റെ വണ്ടി വന്നു. അപ്പം നിങ്ങൾക്ക് ഇത്രയും വേഗത്തിൽ ക്വിക്കായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? നിങ്ങൾ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡിൽ വന്ന് ഇപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡിലും തേർഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പലർക്കൊരു ബുദ്ധിമുട്ട് ഡ്രൈവിങ്ങിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ 5th വരുവാണ്, ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് 4th ഇടുന്നു, വീണ്ടും ഒന്നുകൂടെ ഡൗൺ ചെയ്ത് 3rd കൊടുത്തു. കാരണം ഇവിടെ മുന്നിലായിട്ട് വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒരു വളവും വന്നപ്പം 5th നിന്ന് 4th വന്നു, 4th നിന്ന് പെട്ടെന്ന് 3rd വന്നു. ഇതുകൊണ്ട് 3rd വന്ന് പതിയെ ഇതുകൊണ്ട് ഈ ഒരു വാഹനത്തെയൊക്കെ നമ്മൾ കവർ ചെയ്ത് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഈ ചെറിയ ഗ്യാപ്പിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, 4th ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് വീണ്ടും എൻ്റെ കാലിതുകൊണ്ട് ബ്രേക്കിൽ ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി സ്ലോ ചെയ്ത് 4ാമത്തെ ഗിയറിൽ ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണ്. ഇവിടെ ഒരു വളവ് വന്നു, ക്ലച്ച് ചവിട്ടി 3rd ഗിയറിലേക്ക് ഇട്ട് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇറങ്ങി. അതിനുശേഷം വീണ്ടും ക്വിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആക്സിലറേഷൻ കൊടുത്ത് 3rd ഗിയറിൽ ഈ ഒരു ഭാഗം, ഈ ഒരു കയറ്റം നമ്മൾ പതിയെ കയറി വരുന്നു. ഒരു 30 കിലോമീറ്ററിനോട് അടുത്തൊരു വേഗത മാത്രമേ ഉള്ളൂ. വീണ്ടും ചെറിയൊരു സ്പീഡ് നൽകി 4th ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും ബ്രേക്ക് ബാലൻസ് ചെയ്തു ക്വിക്കായിട്ട് 4th
നിന്ന് തേർഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ. അപ്പോൾ ഇതിനിടയിലൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന രീതി കണ്ടോ, പെട്ടെന്നുള്ള ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, നമ്മൾ എന്ത് ചെയ്തു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ്. നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഇവിടെ റോഡ് ചെറിയ രീതി സ്ട്രൈറ്റ് ആയിട്ട് വന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിച്ച് ഫിഫ്ത്തിലേക്ക് ഇടുന്നു. അപ്പോൾ ഒരു ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെറിയ ഇടയ്ക്കാണെങ്കിലും അടുത്തൊരു ഗിയർ ഇടാനായിട്ട് നോക്കും. അതായത് ഒറ്റ ഗിയറെ തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. എന്നാൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ തുടക്ക സ്റ്റേജിൽ എന്താണോ പഠിച്ചത് അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതായത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് കൊടുക്കും, സെക്കൻഡ് കൊടുക്കും, പിന്നെ സെക്കൻഡ് മാത്രം അങ്ങ് പോകും. പിന്നെ എവിടെയായാലും ഒരു ചെറിയൊരു സ്പേസ് കിട്ടിയാൽ തേർഡ് കൊടുക്കും, തേർഡിലും പോകും. എന്നാൽ ഗിയർ മുന്നോട്ട് ഇട്ട് ഫോർത്ത് ഇടുന്ന ഒരു രീതിയോ, അല്ലെങ്കിൽ എന്നാൽ ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ ഒന്ന് ഫോർത്ത് ഇടാം, ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ ഒന്ന് ഫിഫ്ത്ത് ഇടാം, ഇതൊന്നും പലരും ചെയ്യുമല്ല. അതുപോലെ ഫിഫ്ത്ത് ഇട്ടിട്ട് ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഒന്ന് ഡൗൺ ചെയ്യാം, പലരും ചെയ്യില്ല. ഇനി ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഒന്ന് ഡൗൺ ചെയ്യണം, പലരും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ആ സേഫ് സോണിൽ നിന്ന് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി എന്ത് ചെയ്യണം, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങളെ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്ക സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുത്ത് ഓടിക്കുന്ന ആ മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. അത് നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു എഫേർട്ട് എടുത്തല്ലോ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ തേർഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കാനും ഫിഫ്ത്ത് കൊടുക്കാനും പഠിക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുക. എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട്, അതായത് ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഇട്ട് ഓടിക്കേണ്ട സിറ്റുവേഷൻ, ഡ്രൈവ് ചെയ്യേണ്ട രീതി, അതും കൂടെ പഠിക്കുക. അതുപോലെ ഫോർത്തിൽ നിന്ന് തേർഡ് ഇടാനായിട്ട് പഠിക്കുക, തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കാനായിട്ട്, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കാനായിട്ട്, ഇങ്ങനെ ഡൗൺ ചെയ്യാനും കൂടെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഡ്രൈവിംഗ് മാറ്റം വരത്തില്ല. ഇത് ഞാൻ വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല പഠിക്കേണ്ടത്, ഒരു സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി സേഫായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇനി അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇതേ ഫസ്റ്റ് കൊടുക്കുന്നു, ഇതിന് നിങ്ങൾ തിടുക്കപ്പെടേണ്ട. ഇതുപോലെ ഫസ്റ്റ് കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ നമ്മൾ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്ത് നിൽക്കണം. വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ആ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറയുന്ന വണ്ടി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച് നമ്മൾ വണ്ടി നീക്കി. വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉരുണ്ട് തുടങ്ങിയാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. ഉരുണ്ട് തുടങ്ങിയാലേ ഇടാവുള്ളൂ, അല്ല ഇടരുത്. അല്ല ഇട്ടാൽ സെക്കൻഡിൽ ഓഫ് ആയി പോകും. എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുണ്ടോ, ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി സ്പീഡാക്കിയിട്ട് തേർഡ് ഇടാം. ചെറിയ കയറ്റമാണ്, നിങ്ങൾ ഇട്ട് നോക്കണം. ഇച്ചിരി സ്പീഡാക്കിയിട്ട് ഒരു 30 കിലോമീറ്റർ അടുത്ത് സ്പീഡാക്കിയിട്ട് തേർഡ് ഇടണം. എന്നിട്ട് ചെറിയ ദൂരമാണെങ്കിൽ തേർഡിൽ ഇങ്ങനെ വരണം. എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ കയറ്റമാണ് വരുന്നത്. നമ്മൾ അഡ്വാൻസ് സെക്കൻഡിലേക്ക് ഡൗൺ ചെയ്തു, എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, ഇവിടെ ടേൺ എടുക്കാൻ പോവാണ്. വീണ്ടും അഡ്വാൻസ് ഇതുകൊണ്ട് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യുക്കായിട്ട് ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കണം. കണ്ടോ, ഇപ്പം ഞാനിവിടെ സെക്കൻഡിൽ നിന്ന്, അതായത് തേടി വന്നു, സെക്കൻഡ് കൊടുത്തു, വീണ്ടും എന്ത് ചെയ്തു, ഫസ്റ്റിലേക്ക് വന്ന് ക്ലച്ച് അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഞാൻ തിരിഞ്ഞു വന്നു. ഇത് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മാറ്റം നിങ്ങൾക്ക് ഡ്രൈവിംഗ് വരും. എന്നിട്ട് വീണ്ടും വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ് ആക്കിയാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കുക കയറ്റത്താണെങ്കിൽ. എന്നിട്ട് ഉടൻ തന്നെ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് കൊടുക്കുക. സെക്കൻഡ് കൊടുത്ത് അടുത്ത് നിങ്ങളുടെ ചിന്ത തേർഡ് കൊടുക്കാനായിട്ട് എപ്പോൾ സ്പേസ് കിട്ടിയാലും അപ്പോൾ ഇട്ടോണം. ഇപ്പം ചെറിയൊരു കയറ്റമാണ്, ഒരു വളവാണ്, നമുക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വളവും ഈ കയറ്റവും അത്യാവശ്യം ഒന്ന് മാറി റോഡ് ചെറിയൊരു നിരപ്പ് കണ്ടാൽ, ഇതൊരു കയറ്റമാണ്, ചെറിയ നിരപ്പ് കണ്ടാൽ ലാഗ് എടുക്കരുത്, മൂവ് ആക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് ഇട്ടാലുടൻ തന്നെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുന്നോട്ട് ഓരോ ഗിയർ ഇടുമ്പോഴും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് മൂവ് ആക്കിയിട്ട് ഇടുക. അതായത് ഇപ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കുക, റോഡ് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ ഫോർത്ത് ഇടുക. അങ്ങനെ ഒരു ലൈറ്റ് സ്പീഡ്, അതിന് ചവിട്ടി സ്പീഡൊന്നും ആക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ 4ാമത്തെ ഗിയറിൽ ശരിക്കും പറഞ്ഞാൽ 30 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ എൻ്റെ വണ്ടിക്ക് വേഗതയില്ല. അത് വലിയ സ്പീഡാണോ? ആ സ്പീഡിൽ ഞാൻ നാലാമത്തെ ഗിയറിലാണ് ഇങ്ങനെ വരുന്നത്. കൊണ്ട് 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ വരുന്നു. എന്നിട്ട് വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി കഴിയുമ്പോൾ ഇത്തിരി കൂടെ നമ്മൾ ചവിട്ടി കൊടുത്ത് സ്പീഡാക്കണം. കാരണം 30 കിലോമീറ്റർ നമുക്ക് 5ാമത്തെ ഗിയറിൽ ഓടിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇതുകൊണ്ട് സ്പീഡാക്കി 4ാമത്തെ ഗിയറിൽ എൻ്റെ വാഹനം ഇങ്ങനെ വരുന്നു. ഇനി 5 കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറഞ്ഞ പക്ഷം ഒരു 40 കിലോമീറ്റർ മേളിൽ ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ 5 കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡാക്കുകയാണ്. ഏകദേശം ഒരു 40 കിലോമീറ്റർ സ്പീഡാക്കി ഇതേ 5ലേക്ക് ഇടുന്നു, 5ത്തിലേക്ക് ഇടുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം 5th ഒന്നും കൊടുക്കണ്ട, കുറഞ്ഞ പക്ഷം നിങ്ങൾ 4th വരെയെങ്കിലും വരാനായിട്ട് ശ്രമിക്കണം. 5ത്തിലേക്ക് വരുമ്പോൾ ഇത്തിരി കൂടെ സ്പീഡ് കൂട്ടി ഡ്രൈവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. നിങ്ങൾക്ക് അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു 4th വരെയെങ്കിലും ഇട്ട് ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ 50 വന്നു. 50 വരുന്ന സമയത്ത് ഇതുണ്ട്, ഇവിടെ എതിരെ വണ്ടി വരുന്നു. എൻ്റെ വണ്ടി ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനാണ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ക്ലച്ചും കൂടെ ചവിട്ടി 4ത്തിലേക്ക് ഇടുന്നു. അതെന്തിനാണ്, നമുക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്കിൻ്റെ പിടുത്തം വരുന്നത് പോലെ തന്നെ ഒരു എൻജിൻ ബ്രേക്കിൻ്റെ സഹായം കൂടെ നമുക്ക് വേണം.
വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5th നിന്ന് 4th ഇടുമ്പോൾ ആ 4th പിടുത്തം വരും. വീണ്ടും ഇതുകൊണ്ട് റോഡ് സ്ട്രെയിറ്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പീഡാക്കുക, 5th ഇടുക. ഇത് വലിയ സ്പീഡല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ 30 കിലോമീറ്റർ വേഗതയിലേ പോകുന്നുള്ളൂ. എൻ്റെ കിലോമീറ്റർ നിങ്ങൾ ഈ സ്പീഡിൽ കിലോമീറ്റർ സ്പീഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും സ്പീഡ് കുറഞ്ഞിട്ടാണ് എൻ്റെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5ാമത്തെ ഗിയറിലാണ്. വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു. അഡ്വാൻസ് ഞാൻ എന്ത് ചെയ്തു, വളവിന് മുന്നമേ 4th കൊടുത്തു. കാരണം നമുക്ക് 5th പോകുന്നത് സേഫ് അല്ല. വീണ്ടും എന്ത് ചെയ്യുന്നു, വളവിന് മുന്നമേ 3rd കൊടുക്കുന്നു. കണ്ട് അഡ്വാൻസ് ചെയ്യുന്നു. അപ്പോൾ 3rd ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഈ വളവ് ഇറങ്ങി വരികയാണ്. കണ്ടില്ലേ? ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗിയർ മാറ്റി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം വരും. അതായത് ഇതിനർത്ഥം സ്പീഡിൽ വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ 1st, 2nd, 3rd, 4th കുറഞ്ഞ വർഷം ഇത്രയും ഗിയർ മുന്നോട്ടിട്ട് ഓടിക്കണം. അത് നമുക്ക് ചെറിയ ഇടയിലാണ് അടുത്തൊരു ഗിയർ ഇടാനായിട്ടുള്ള സ്പേസ് ഉള്ളതെങ്കിൽ അവിടെ ഇടണം. ഇപ്പോൾ ഞാൻ 3rd വരുവാണ്, ചെറിയ ഇട നിരപ്പാണ്, ഇവിടെ നമുക്ക് 4th കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു നോക്കണം. ഇങ്ങനെ കൊടുത്തു നോക്കി 4th ബാലൻസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കി 4th ഞാൻ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇതുകൊണ്ട് ഇവിടെ ഇറങ്ങി വരികയാണ്. 4th ബാലൻസ് ചെയ്ത് ഇറങ്ങി വരുന്നു. ഒരു ജംഗ്ഷൻ ആണെന്ന് മനസ്സിലായി, ക്ലച്ചേ കാല് വെച്ചു, 4th നിന്ന് 3rd കൊടുത്തു. എന്നിട്ട് പതിയെ ക്ലച്ചിലും ബ്രേക്കിലും കാലുണ്ട്. കാരണം ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഇവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇൻ കേസ് ചവിട്ടി നിർത്തണമെങ്കിൽ ഇതുകൊണ്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയതുകൊണ്ട് ഇവിടെ നിർത്താം. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി വരുന്നു. ഇപ്പോൾ എൻ്റെ വണ്ടി പൂർണ്ണമായിട്ട് നിന്നു. ഞാൻ 1st കൊടുത്തു. കണ്ടോ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് എടുത്തു. കണ്ടോ, വണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടുക, വീണ്ടും ഡയറക്റ്റ് 1st ഇടുക. വണ്ടി നിന്നിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, വാഹനം ഡ്രൈവ് ചെയ്യുക. ഈ സമയത്തൊക്കെ നമ്മുടെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ക്വിക്കായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ ഈ മെത്തേഡിലേക്ക് ഡ്രൈവിങ്ങിനെ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.